നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ SCERTയുടെ പഴയ SCERT ഓൾഡ് SCERT ഉണ്ടല്ലോ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓൾഡ് SCERTയുടെ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയുടെയും എന്തൊക്കെയാണ് പിക്ചേഴ്സ്, അതുപോലെ തന്നെ ടേബിൾസ്, ഇതൊക്കെ കൂടിയിട്ട് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയ വരുന്നുണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തേക്ക് തരുന്ന ക്ലാസ്സാണ്. ഇത് 2ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം ഇതാണ് ഇപ്പോൾ പഴയ SCERT കഴിയില്ലേ, ബയോ സയൻസ് ഫുള്ളും കഴിയും. എന്നിട്ട് പഴയ SCERTയിലെ സോഷ്യൽ സയൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് പുതിയ SCERTയിലെ പാർട്ട് 1 സോഷ്യൽ സയൻസ്, പാർട്ട് 2 സോഷ്യൽ സയൻസ്, പിന്നെ സയൻസിലും അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പുതിയ SCERTയിലെ പാർട്ട് 1ഉം പാർട്ട് 2 അങ്ങനെ എന്ത് ചെയ്യുക, ക്ലാസ് തരാം കേട്ടോ. ഇത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓൾഡ് SCERT ബയോളജി ഫിസിക്സ് കെമിസ്ട്രിയുടെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. ചാനൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒന്നും കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വരാൻ പോകുന്ന 10th പ്രിലിംസിനും മെയിൻസിനും ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. SCERTയിൽ നിന്ന് 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പ്രിലിംസ് ഡിസംബർ 28 നടന്ന എക്സാമിന് വന്നിരിക്കുന്നത്. വീണ്ടും അത് ആവർത്തിക്കപ്പെടുക ചെയ്യും കേട്ടോ. മാർക്ക് കളയരുത്. നോക്കാം. പക്ഷികളും അവയുടെ അടയിരിപ്പുകാരും. കോഴിയുടെ അടയിരിപ്പ് എത്രയാണ്? 21 ദിവസം. പ്രാവിൻ്റെതോ 14 ദിവസം. കുരുവി 14. ഒട്ടകപക്ഷി 42 ദിവസം. ലവ് ബേർഡ്സ് 22 മുതൽ 25 വരെ ദിവസമാണ്. അപ്പം മറക്കരുത്, ഇത് എല്ലാം എന്താ ചെയ്തിട്ടുണ്ട്, PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേർഡ്സിൽ, ഒരു പക്ഷി വിഭാഗത്തിൽ വരുന്ന പ്രാവും കുരുവിനെയും നമുക്ക് എന്ത് ചെയ്യാം, 14 എന്ന് എടുക്കാം. ഓക്കെ, പ്രാവ്, കുരുവി 14. കോഴിയോ 21 ദിവസം. ഒട്ടകപക്ഷിയോ 42 ദിവസം. 21ന്റെ ഇരട്ടി 42 എന്ന് ഒട്ടകപക്ഷിയാണ്. കോഴി 21 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ഒട്ടകപക്ഷിയെന്ന് എടുക്കുക. ലവ് ബേർഡ്സ് 22 മുതൽ 25 വരെ ദിവസം. ഇനി ഡോക്ടർ സലീം അലിയെ കുറിച്ചിട്ട് നോക്കാം. ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനമായി നവംബർ 12, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ബേർഡ്സ് ഓഫ് ഇന്ത്യ പ്രീവിയസ്, ബേർഡ്സ് ഓഫ് കേരള പ്രീവിയസ് എന്നിവ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. എത്ര പോയിന്റ് നോക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് മതിയില്ല, ഈ ഒരു ബോക്സ് മതി. ലോകപ്രസിദ്ധനായ ആരാണിത്? അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനാണ്. 1ാമത്തെ പോയിന്റ് പഠിച്ചോ. ജന്മദിനം എപ്പോഴാണ്? നവംബർ 12. എന്താണ് ഇതിന്റെ പ്രത്യേകത? പക്ഷി നിരീക്ഷണ ദിനം അല്ലെ, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പിന്നെ ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നീ അദ്ദേഹത്തിന്റെ പരീക്ഷണ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. ഇനിയും മുട്ടയിടുന്നവരുടെ ലോകത്തെ കുറിച്ച് നമുക്ക് നോക്കാം. പക്ഷികൾ മുട്ടയിട്ടിട്ടാണ് വംശവർദ്ധനവ് നടത്തുന്നത് അല്ലെ. ഇനി നോക്കൂ, ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങള്, വണ്ട്, ഈച്ച, കണ്ടോ, മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളെ ഗ്രൂപ്പുകളാക്കിയിരിക്കണം കേട്ടോ. മുട്ടയിട്ടിട്ട് എന്ത് ചെയ്യും, വംശവർദ്ധനവ് നടത്തും. അത് ഗ്രൂപ്പ് 1ൽ പെടുന്നവരാണ് ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച. ഗ്രൂപ്പ് 2ൽ വരുന്നതാണ് മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി അല്ലെ. മത്സ്യ ഇനങ്ങളൊക്കെ ഏതിൽ വരും? ഗ്രൂപ്പ് 2ല്. മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത് ഇതൊക്കെ ഏതിലാണ്? ഗ്രൂപ്പ് 3ൽ വരുന്നതാണ് കേട്ടോ. ഉറുമ്പ്, പുൽച്ചാടി, ശലഭം, വണ്ട്, ഈച്ച അല്ലെ. 1ാമത്തെ ഗ്രൂപ്പിൽ ഏതാണ്? പ്രാണികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. പിന്നെ 2ാമത്തെ ഗ്രൂപ്പിൽ ഏതാണ്? മത്സ്യത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഉരകങ്ങളിൽ വരുന്നതാണ് ഏത്? മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത് അല്ലെ. ഇതൊക്കെ എന്താണ്? 3ാമത്തെ ഗ്രൂപ്പില് വരുന്നതാണ്. ഇനി നോക്കാം. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലാനേറിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. മണ്ണിര, പ്ലാനേറിയ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്നിട്ട് പുതിയ ജീവിയായിട്ട് എന്ത് ചെയ്യും, മാറും. ഓക്കെ, അപ്പോ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറുന്നത് ഏതാണ്? പ്ലാനേറിയ. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ ഒന്ന് മണ്ണിരയും പ്ലാനേറിയുമാണ്. മണ്ണിര, പ്ലാനേറിയ. ഇനി പ്രസവിക്കുന്ന അച്ഛനാണ് ആര്? കടൽ കുതിര അല്ലെ. സാധാരണ അമ്മമാരാണ് പ്രസവിക്കുക, അവിടെ ഒരു അച്ഛനാണ് പ്രസവിക്കുന്നത്, അതാണ് കടൽ കുതിര. മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ജീവികളാണ് കടൽ കുതിരകൾ.
പെൺകടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺകടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആൺകടൽ കുതിര പ്രസവിക്കുന്ന പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, പ്രസവിക്കുന്ന അച്ഛൻ ഏതാണ്? കടൽ കുതിര. അത് മനസ്സിലാക്കാം. സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ സഞ്ചി മൃഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കങ്കാരു. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിനുള്ളില് ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് ഇവ പരിപാലിക്കുന്നത്. കട കുഞ്ഞിനെ അതിന്റെ അടിയിൽ ഇട്ടിരിക്കുന്നുണ്ടോ സഞ്ചിയിലാക്കിയിട്ട്? ഓക്കെ, സഞ്ചി മൃഗം. ഇനി പ്രസവിക്കുന്ന പാമ്പ്. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. അതായത് ഇതിപ്പോ അണലിയാണ്. പാമ്പ് സാധാരണ പുറത്ത് മുട്ടയിട്ടല്ല വിരിയിക്കുന്നത്, ഇതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? മുട്ട വിരിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലി പാമ്പ് പ്രസവിക്കുന്നതായിട്ട് തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. ഓക്കെ, പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രസവിക്കുന്ന പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ പ്രസവിക്കുന്ന പാമ്പ് അണലി, പ്രസവിക്കുന്ന അച്ഛൻ കടൽ കുതിര. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ, വെറുതെ വായിച്ചു എന്ന് മാത്രം. പിന്നെ ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി ആകുന്നത് മണ്ണിരയും പ്ലനേറിയയും. സഞ്ചി മൃഗം എന്നറിയപ്പെടുന്നത് കങ്കാരു. ഇനി പവിഴപ്പുറ്റുകൾ നോക്കാം. കടലിലെ മഴക്കാടുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? പവിഴപ്പുറ്റുകളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത് പവിഴപ്പുറ്റുകളെയാണ്. കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ, കണ്ടോ ഈ ഒരു പിക്ചർ കണ്ടോ? കടലിനടിയിൽ പൂന്തോട്ടങ്ങൾ പോലെ കാണുന്ന ജീവിവർഗമാണ്. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും? ജീവികള് വസിക്കും. കടൽക്ഷോഭം ഒരു പരിധിവരെ, ഇതിന്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുത്തുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. പവിഴപ്പുറ്റുകളെ കുറിച്ചിട്ട് താഴെ പറയുന്നവയെ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കണം. ഇവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനായിട്ട് 1997, 2008 മറക്കരുത്. 1997ഉം 2008ഉം പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ചു കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഏതാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ലക്ഷദ്വീപുകളിലെ പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലെ? ലക്ഷദ്വീപിലാണ് പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ പവിഴപ്പുറ്റുകളെ കുറിച്ചിട്ട് എന്തൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്താം? കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? പവിഴപ്പുറ്റാണ്. പിന്നെ വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ്. രണ്ടാമത്തെ പോയിന്റ്. കടൽക്ഷോഭം ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കുന്നു, പറ്റും അല്ലെ? ഇപ്പൊ അത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 1997ഉം 2008ഉമാണ് പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. ലക്ഷദ്വീപുകളിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ജന്തുകോശങ്ങളിൽ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ ഉണ്ടോ? നോക്കൂ, മർമ്മം രണ്ടിലുമുണ്ട് അല്ലെ? സസ്യത്തിലും ഉണ്ട്, ജന്തുകോശം. ഇത് ജന്തുകോശമാണ്, ഇത് സസ്യകോശമാണ്. മർമ്മം രണ്ടിലും ഇല്ലേ? മർമ്മം രണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. ഹരിതകം കാണില്ല. ഹരിതകം ജന്തുക്കളിൽ കാണോ? ജന്തുകോശത്തിൽ കാണോ? ഇല്ല. ഇലകളിൽ മാത്രം കാണപ്പെടുന്ന പച്ച നിറമാണ് ഇത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന്. പിന്നെ കോശദ്രവ്യം രണ്ടിലുമുണ്ട് അല്ലെ? രണ്ടിലും കോശദ്രവ്യമുണ്ട്. കോശഭിത്തിയോ? ഇല്ല അല്ലെ? ജന്തു ശരീരത്തിൽ ഇല്ല. എവിടെയാണ്? സസ്യ ശരീരത്തിലാണ് കോശഭിത്തി. ഫേനം ജന്തുകോശത്തിലുണ്ട്, സസ്യകോശത്തിലുമുണ്ട്. കോശസ്തരം രണ്ടിലുമുണ്ട്. അപ്പോ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന എന്താണ് ഇത്? ഹരിതകവും. ഹരിതകം നമുക്കറിയാം പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. പിന്നെ ഏതാണ്? കോശഭിത്തിയും. കോശഭിത്തി എവിടെ ഇല്ല? ജന്തുകോശത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. യാന്ത്രികോർജവും രാസോർജവും നോക്കേണ്ടതുണ്ട്. യാന്ത്രികോർജം എന്തിനാണെന്നറിയോ പ്രയോജനപ്പെടുത്തുന്നത്? വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യാന്ത്രികോർജം കാരണമാകുന്ന സന്ദർഭങ്ങള് ഒന്നുമില്ലെങ്കിൽ വൈദ്യുതോർജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന് കാരണമാകുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉപയോഗപ്പെടുത്തുന്ന ഏതാണ്? യാന്ത്രികോർജമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് പ്രീവിയസ് ആണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതെന്ന് ചോദിച്ചാൽ അത് രാസോർജമാണ് കേട്ടോ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതെന്ന് ചോദിച്ചാൽ അത് രാസോർജമാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ പകൽ സമയത്ത്
ചെടികളിൽ നമുക്കറിയാം ഓരോരോ മരങ്ങളിലാണെങ്കിലും ചെടികളിലാണെങ്കിലും ഒക്കെ സസ്യവർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളിലും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഈ സൂര്യപ്രകാശത്തെ ചെടികൾ എന്ത് ചെയ്യുന്നറിയോ? രാസോർജ്ജമാക്കിയിട്ട് അവിടെ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ രാസോർജ്ജമാണ് എന്ത് ചെയ്യുന്നത്? വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? രാസോർജ്ജമാണ്. കാരണം ആദ്യം ഈ സസ്യങ്ങൾ അവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന രാസോർജ്ജമാണ്, പിന്നെ കത്തുമ്പോൾ എന്ത് ചെയ്യുന്നത്? രാസോർജ്ജമായിട്ട് പുറത്തു വരുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഏതാന്ന് ചോദിച്ചാൽ അത് രാസോർജ്ജമാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. പിന്നെ അങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളുടെ ജീവികളിൽ എത്തുന്നു അല്ലേ? ഇപ്പൊ ആ സസ്യങ്ങളിലെ ജീവികൾ എന്ത് ചെയ്യും? കഴിക്കുമ്പോൾ ജീവികളിലേക്ക് ഈ രാസോർജ്ജം കടന്നെത്തും. പിന്നെ വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ്. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഇനി നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ നോക്കാം. നമുക്ക് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് പരിശോധിക്കാം കേട്ടോ. അവസ്ഥയിലും രൂപത്തിലും ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഉരുകും അല്ലേ? അത് ഉരുകാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പ് ഒക്കെ മാറും. പച്ചക്കറി മുറിക്കുമ്പോഴോ അത് വലിയ കഷ്ണം പോയിട്ട് ചെറിയ കഷ്ണമാകും. PVC പൈപ്പ് ചൂടാക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? വികസിച്ചിട്ട് വരും. മെഴുക് ചൂടാക്കുമ്പോൾ അത് ഉരുകും. പേപ്പർ കീറുമ്പോഴോ ചെറിയ കഷ്ണങ്ങളാകും അല്ലെ? കുപ്പി പൊട്ടുമ്പോഴോ ചെറിയ കഷ്ണങ്ങളാകും. അരക്ക് ചൂടാക്കുമ്പോഴോ അത് ഉരുകാണ് ചെയ്യുന്നത്. പേപ്പർ ചുറ്റുമ്പോൾ അതിന്റെ ആകൃതി മാറുന്നു. ഇനി ഇവിടെ പൂക്കളും അതിന്റെ കുറച്ച് പ്രധാന ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? നിങ്ങൾക്കത് ക്രോസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മവും താഴെ കൊടുത്തിരിക്കുന്നു. വരച്ചു യോജിപ്പിക്കുന്നു വേണ്ട. ഇപ്പൊ 2 ഓൾറെഡി വരച്ചു തന്നിട്ടുണ്ട്. ജനിപുടം കണ്ടോ? പൂവിലെ പെൺലിംഗ അവയവമാണ് ഏത്? ജനിപുടം. അതായത് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് ഒരു പെൺലിംഗ അവയവം അല്ലെങ്കിൽ ജനിപുടം എന്ന് പറയുന്നത്. ഒരു ജനിപുടം എന്ന് പറയുന്നത് പരാഗണ സ്ഥലവും ജനിതണ്ടും അണ്ഡാശയവും ചേർന്നതാണ് ജനിപുടം. കേസരപുടം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? പൂവിലെ ആൺലിംഗ അവയവമാണ്. പരാഗിയും തന്തുകവും ചേർന്നത് കേട്ടോ. ബാക്കിയുള്ള നിങ്ങൾക്ക് അവിടെ കഴിയുണ്ടോ നോക്കണം. ഇനി നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട് ജനിപുടവും കേസരപുടവും. ജനിപുടത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പഠിച്ചോളണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ റാങ്ക് മേക്കിംഗ് ആവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. പരാഗണ സ്ഥലവും ജനിതണ്ടും അണ്ഡാശയവും ഒവ്യൂളും. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് എന്ത് കാണപ്പെടുന്നത്? അണ്ഡം കാണപ്പെടുന്നത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് അണ്ഡാശയത്തിലെ എവിടെയാണ് അണ്ഡം കാണപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്. ഒവ്യൂളിനകത്താണ്. പഠിക്കണം. ജനിപുടത്തിന്റെ പെൺലിംഗ അവയവമായ ജനിപുടത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്. ഇനി കേസരപുടം ആൺലിംഗ അവയവമാണ്. പരാഗിയും തന്തുകവും കേട്ടോ. പരാഗിയും തന്തുകവും ഏതിന്റെയാണ്? കേസരപുടം ആൺലിംഗ അവയവത്തിന്റെ ഭാഗമാണ്. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ഇനി ആൺമരവും പെൺമരവും രണ്ടും കൂടി ചേർന്നിട്ടുള്ള, ചിലത് ആൺ സസ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ചിലത് പെൺമരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടിലും ആൺമരത്തിലും ഉൾപ്പെട്ടതും പെൺമരത്തിലും ഉൾപ്പെട്ടത് ചെടികൾക്ക് ഉദാഹരണമാണ് കുടപ്പന, കുടംപുളി, ജാതി. കുടപ്പന പിക്ചർ കണ്ടോ? ജാതിക്ക പിക്ചർ കണ്ടോ? ഓക്കെ, അതിന്റെ കൂടെ കുടംപുളിയും കൂടിയിട്ട് ചേർക്കുക കേട്ടോ. കുടപ്പന, കുടംപുളി, ജാതി എന്നിവ ആൺമരവും പെൺമരവും ഉൾപ്പെട്ടതാണ്. ഇനി പരാഗണം ഏതെല്ലാം തരത്തിൽ നടക്കാം? കണ്ടോ? സ്വപരാഗണം, സ്വന്തമായിട്ട് പരാഗണം നടത്തുന്ന പിക്ചർ ഇനിയിലെ കളർ കൊടുത്തിട്ടുണ്ടോ? സ്വന്തമായിട്ട് പരാഗണം നടത്തുന്നത്. പിന്നെ സ്വപരാഗണത്തിൽ വരുന്ന കണ്ടോ? ഇത് രണ്ടും കണ്ടോ? സ്വപരാഗണം തന്നെയാണ്. ഇത് പരപരാഗണം തന്നെ കണ്ടോ? ഒന്നിൽ നിന്നും ഒന്നിലേക്ക് കണ്ടോ? പരപരാഗണം. ഇനി സമാന സ്വഭാവമുള്ളവയെ കൂട്ടങ്ങളാക്കൂ. ഓരോ വിഭാഗത്തിലും കൂടുതൽ ഉദാഹരണങ്ങൾ കൂടി ചേർത്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുന്ന പറയുന്നത് അല്ലെ. ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നതിനോട് സാദൃശ്യമുള്ളത് പമ്പരം കറങ്ങുന്നു. പമ്പരം കറങ്ങുന്നതിന്റെ ആ ഒരു ചിത്രം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു മുറ്റത്ത് നിങ്ങൾ പമ്പരം ഇങ്ങനെ ഇടുന്ന സമയത്ത് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഉദാഹരണം എന്താണ്? ഷാർപ്പനർ ഉപയോഗിച്ച് നമ്മൾ പെൻസിൽ കൂർപ്പിക്കുന്ന സമയത്ത് എങ്ങനെ തിരിക്കല് ചെയ്യുന്നത് അങ്ങനെ. ഇനി കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ അപ്പൊ ഒരു കോമ്പസ് നമ്മളിങ്ങനെ ഒരു പോയിന്റ് വെക്കില്ലേ? പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഇത് അങ്ങനെ വരയ്ക്കില്ലേ? അങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ്? കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് കേട്ടോ. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്ന മാമ്പഴം നെട്ടേറ്റ് വീഴുന്നത് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് അല്ലെ. മാമ്പഴം നെട്ടേറ്റ് വീഴുന്നത് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ട് നേർരേഖ വരയ്ക്കുന്നതിനോട് സാദൃശ്യമുള്ളതാണ് ഇത് മാമ്പഴം നെട്ടേറ്റ് വീഴുന്നത്. ഇനി താഴെ കൊടുത്ത ആശയ ചിത്രീകരണം പഠിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ചലനം.
ചലനത്തിന് നോക്കൂ, വിവിധതരം ചലനങ്ങളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നോക്കുക, ചലനത്തിന്റെ മാറ്റം സാധ്യമാക്കുന്ന ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങള്, ബലം ചലനാവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. കണ്ടോ, ദോലനത്തിന് നോക്കൂ, പെൻഡുലം, ഊഞ്ഞാല്, കണ്ടോ, ആട്ടുകട്ടിൽ, വീണക്കമ്പി, ഇതൊക്കെ എന്താണ്, ദോലനത്തിന് ഉദാഹരണമാണ്. പൽചക്രമോ, ചലനത്തിന്റെ ദിശ, വേഗത എന്നിവ മാറ്റാനാണ് പൽചക്രം. ചലിക്കുന്ന വസ്തുവിന്റെ ദിശ അല്ലെ, നമ്മളിപ്പോ ഒരു വസ്തു ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൽ ബലമായി പ്രയോഗിക്കുമ്പോൾ ആ ചലിക്കുന്ന വസ്തുവിന്റെ ദിശ മാറും അല്ലേ. അപ്പൊ ബലം ചലനാവസ്ഥയിൽ വരുത്തുന്ന മാറ്റം എന്താണ്, ചലിക്കുന്ന വസ്തുവിന്റെ ദിശ മാറ്റാണ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ ചലനത്തിന്റെ മാറ്റം സാധ്യമാക്കുന്ന ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും അതിൽ ഒന്ന് തന്നിട്ടുണ്ട്, പൽചക്രം. ചലനത്തിന്റെ ദിശയും വേഗവും ഒക്കെ എന്ത് ചെയ്യും, മാറ്റും. ഇനി വിവിധതരം ചലനങ്ങളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നോക്കൂ, ദോലനം അല്ലെ, പെൻഡുലം, ഊഞ്ഞാൽ, ആട്ടുകട്ടിൽ, വീണക്കമ്പി, ഇതിന്റെയൊക്കെ ചലനം എന്താണ്, ദോലനമാണ്. ഇനി ഭക്ഷ്യവസ്തുക്കളും പ്രോട്ടീൻസുമാണ്. 100 ഗ്രാം ഭക്ഷ്യവസ്തുവിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ നോക്കൂ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ കണ്ടോ ആളിവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ. ഇന്ന് ഹൈ റേറ്റും ആണ് ഇതിന്. ചെറുപയർ 24 ഗ്രാം. അതായത് 100 ഗ്രാം പ്രോട്ടീനിൽ തന്നെ 24 ഗ്രാമും ഏത് തന്നെയാണ്, അതിലെ ചെറിയ പ്രോട്ടീൻ ആണ്. അടുത്തത് ഏതാണ്, 24 കഴിഞ്ഞാൽ 21.6 താറാവ്. പിന്നെ കശുവണ്ടി 21.2. കണ്ടോ, അത് മനസ്സിലാക്കണം. ആട്ടിറച്ചി നോക്കിയ 21.4, നിലക്കടല 17.1, കോഴിമുട്ടയിൽ 13.3, പിന്നെ താറാവ് മുട്ട 13.5. കണ്ടോ, താറാവ് ഇറച്ചിയിലാണെങ്കിൽ 21.6, താറാവ് മുട്ടയാകുമ്പോൾ 13.5, മത്തിയിൽ 19.6, ഗോതമ്പ് 11.8, അരി 6.8. ഇത് കാണാപ്പാടം പഠിക്കാൻ സാധ്യമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഹൈയസ്റ്റ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ചെറുപയർ 24 എന്നുള്ളത് ചെറുപയർ മാത്രമേ ഉള്ളൂ. പിന്നെ 21 വരുന്ന 2 എണ്ണം ഉണ്ട്, താറാവും ആട്ടിറച്ചിയും 21 സംതിങ് ആണ് വരുന്നത്. അത് അങ്ങനെ എന്ത് ചെയ്യുക, കോഡിട്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ലാബ് റിപ്പോർട്ട് നോക്കാം. ടെസ്റ്റ്, വാല്യൂ, നോർമൽ. ബ്ലഡ് ഷുഗർ കണ്ടോ, നോർമൽ എത്രയാണ്, 70/11 മില്ലിഗ്രാം, 70/110 മില്ലിഗ്രാം. കൊളസ്ട്രോൾ എത്രയാണ്, അപ് ടു 200 മില്ലിഗ്രാം അല്ലേ, അപ് ടു 200 മില്ലിഗ്രാം. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നതൊക്കെയാണ് A, D, E, K. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും. വെള്ളത്തിൽ ലയിക്കുന്നത് ഏതാണ്, ബി, സി. ഓക്കെ, ADEK കൊഴുപ്പ്, ബിയും സിയും വെള്ളത്തിലേക്ക്. നമുക്ക് ഓരോന്നോരോന്ന് പഠിക്കാം. എ വൈറ്റമിൻ നോക്കൂ, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചെമ്പില, മുരിങ്ങില, ഇതൊക്കെയാണ് എ ആണ്. പിന്നെ ഡി ഏതാണ്, എല്ലുകൾ. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ഏതാണ് ഡി ആണ് കേട്ടോ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന്, ഇവിടെ ശ്രദ്ധിക്കണം, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, വൈറ്റമിൻ എ. കണ്ടോ, ഇനി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും. ചുവന്ന രക്താണുക്കളുടെയും നാഡികളുടെയും ആരോഗ്യത്തിനാണെങ്കിൽ ഇ ആണ്. പക്ഷെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് എന്ന് ചോദിച്ചാൽ അത് ബി ആണ് കേട്ടോ. ബി നമ്മൾ പറയില്ലേ, ബിൽറ്റ് ചെയ്യുക, പണി ചെയ്യുക, ബിൽറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അപ്പൊ നിർമ്മിക്കുക അല്ലേ. അപ്പൊ ചുവന്ന നാഡികളെ നിർമ്മാണം ഏതാണ്, ബി ആണ് കേട്ടോ. പിന്നെ കെ, കാബേജ്, ചീര, കോളിഫ്ലവറിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ കെ ആണ് കേട്ടോ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഏതാണ്, വൈറ്റമിൻ സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. അപ്പൊ എയും ഡിയും ഇയും കെയും ഏതൊക്കെയാണ്, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവ. രണ്ടും വേറെ വേറെ തന്നെ പഠിക്കണം. എയുടെ പ്രത്യേകത മനസ്സിലാക്കിയല്ലോ. ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഏതാണ്, നാഡികളെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ്. പിന്നെ മുറിവുണ്ടാകുമ്പോൾ രക്തം കെട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. ബിയും സിക്ക് എന്തൊക്കെ പറഞ്ഞു, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തലൊക്കെ വൈറ്റമിൻ ബി ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സി ആണ്.
ഇനി ഇരുമ്പിന്റെ ഉപയോഗം കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ ഓൾ പിക്കുമാണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്? ഇരുമ്പ് ആവശ്യമാണ്. ഏതിൽ നിന്നൊക്കെയാണ് ലഭിക്കുക? ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരള്. കാൽസ്യം ഫോസ്ഫറസോ? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് കാൽസ്യം ഫോസ്ഫറസ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. സോഡിയം എന്താണ്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് ജലം നിലനിർത്തണമെങ്കിൽ സോഡിയം ആവശ്യമാണ്. ഇതിൽ നിന്ന് ലഭിക്കും? കറിവേപ്പിൽ നിന്ന്. അയഡിനോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ഏത് ആവശ്യമാണ്? അയഡിൻ ആവശ്യമാണ്. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇതൊക്കെ തലക്കറികളൊക്കെ കഴിക്കാന്ന് പറയില്ല. മീനിന്റെ തലക്കറിയൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കടൽ മത്സ്യങ്ങളുടെ തല എന്താണ്? ഇതൊക്കെ അയഡിന്റെ അംശമുണ്ട്. ഇനി നമുക്ക് നോക്കാം വൈറ്റമിൻ എ, ബി, സി, ഡി, ഇരുമ്പ്, അയഡിൻ ഇതൊക്കെ നോക്കാം. വൈറ്റമിൻ എ എന്ന പോഷക ഘടകത്തിന്റെ അപര്യാപ്തത രോഗമാണ് ഇത്. നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബിയോ? വായ്പുണ്ണ്. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത കൊണ്ടാണ് ഏതുണ്ടാകുന്നത്? വായ്പുണ്ണ് ഉണ്ടാകുന്നത്. വായിൽ വ്രണങ്ങൾ വരും. വൈറ്റമിൻ സി സ്കർവി അപര്യാപ്തത രോഗമാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ ഡിയോ? റിക്കറ്റ്സ് കണി ഉണ്ടാകുന്നത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന ഒരു രോഗമാണ്. അസ്ഥികൾ കനം കുറഞ്ഞിട്ട് വളയുന്നതാണ് ഏത്? കണ. ഇരുമ്പിന്റെ കുറവാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും അല്ലേ. ഹീമോഗ്ലോബിന്റെ HBയുടെ അളവ് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. രക്തക്കുറവും വിളർച്ചയും. അയഡിനോ? എന്താണ് അയഡിന്റെ കുറവുണ്ടാക്കുന്ന രോഗം? ഗോയിറ്റർ ആണ്. തൊണ്ടയിലും മുഴാട്ടോ. ഇനി പോഷക ഘടകങ്ങൾക്ക് പുറമെ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നോക്കാം. ജലം, നാരുകള്. ജലം നമ്മുടെ ശരീരത്തിന് എന്താണ്? അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ 2/3 എന്താണ്? ജലമാണ്. തലച്ചോറിൽ എത്ര ശതമാനമാണ് പഠിച്ചോ? 85% ജലമാണ്. രക്തത്തിൽ 90%, എല്ലുകളിൽ 25% ജലമാണ് കേട്ടോ. തലച്ചോറിൽ 85%, രക്തത്തിൽ 90%, എല്ലുകളിൽ 25%. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ഒരു ദിവസം എത്ര ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും? 2.5 ലിറ്റർ ജലം നഷ്ടപ്പെടും. അതിനെ ധാരാളം ശുദ്ധജലം നമുക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കാനിരിക്കുകയാണ് ഞാൻ ഈ ടോപ്പിക്ക് കഴിക്കും, ഇപ്പൊ കഴിക്കും, വൈകുന്നേരം കഴിക്കും എന്നിട്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ. ധാരാളം വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക, ധാരാളം ഫുഡുകൾ കഴിക്കുക. ലാസ്റ്റ് നമ്മളിങ്ങനെ നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും ചിലപ്പോൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഒന്നും ചിലപ്പോൾ 4 വർഷം കൊണ്ടോ ഒന്നും ജോലി കിട്ടിയില്ലാന്ന് വരും. അപ്പോഴേക്കും നമ്മുടെ ജോലിക്ക് നമ്മൾ പ്രവേശിക്കാനാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ എന്താണ്? ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. നാരുകള് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഇതാണ് നാരുകളെ. ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയില്ല കേട്ടോ. അതൊരു തരം ധാനികമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ ശരീരത്തിന് നാരുഭക്ഷണം ഇപ്പോൾ നമ്മൾ ഈ ഉണ്ണിത്തണ്ട് എന്താണ് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരേക്കില്ല. വാഴയുടെ തണ്ടുണ്ടല്ലോ, എന്ത് പറയും, ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ നാരുകള് പോഷക ഘടകങ്ങളൊന്നും നൽകുന്നില്ല. അവ എന്താ ചെയ്യുന്നത്? വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കാനും തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ നാരുകളുടെ കലവറയാണ്. അപ്പൊ നാരുകൾ അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ്? തവിടടങ്ങിയ ധാന്യം, പിന്നെ ഇലക്കറികള്, പച്ചക്കറികള്, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് കേട്ടോ എന്നിവയൊക്കെ എന്താണ്? നാരുകളുടെ കലവറയാണ്. അപ്പൊ ഇതിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന മൂലം പോഷക ഘടകങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്താണ്? നമുക്ക് മലവിസർജനത്തിന് എന്നാണ് പറയുന്നത്. വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു കേട്ടോ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതുമാണ്. ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു തരം ധാന്യമാണ് ഇത് നാരുകൾ. തലച്ചോറിൽ ജലത്തിന്റെ അംശം എത്രയാണ്? 85. രക്തത്തിൽ എത്രയാണ്? 90. എല്ലുകളിൽ എത്രയാണ്? 25. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണം? 2 ലിറ്റർ വെള്ളം പുറത്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ അടുത്തത് പിക്ചറും ടേബിളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടുകാർ ജോയിൻ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ലഭിച്ചില്ലെങ്കിലും ഒക്കെയാണ് ഞാൻ പറയുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് എനേബിൾ ചെയ്യുന്നേ. താഴെ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട്. അടുത്ത ക്ലാസ്സിൽ കാണുവേ. താങ്ക് യു.